നമസ്കാരം. എന്തല്ലേ മൊത്തം പ്രശ്നേഷ്. സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. അന്നേരം നിറഞ്ഞു നിൽക്കുകയാണ് ഈ മച്ചൻ. സത്യമാണ്. ഇപ്പം കേരളത്തിൻ്റെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പൊതു പ്രശ്നമായി മാറിയിരിക്കുകയാണ് പച്ച വീട്ടിലെ പ്രശ്നേഷ്. അങ്ങനെ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റത്തുള്ളൂ. പുത്തനച്ചിയും കെട്ടിയവനും കൂടി പുറപ്പുറം തൂത്ത് കുടുംബം രണ്ടായി. അങ്ങനെ തന്നെ പറയാം. സാധുവായ 2 ആത്മാക്കൾ പുറത്തുപോയി. 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മേനെയൊക്കെ ഈ പ്രശ്നേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പച്ച വീട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാവുന്നുണ്ട്. ഈ കുടുംബക്കാരെ എല്ലാം കൂടി വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പം തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും പുള്ളിക്കാരന് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് പോക്കൃത്തരവും കാണിക്കും എന്നുള്ളത്. നമുക്കത് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരെ അടുത്ത ഫോർച്യൂണറിന് വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു വീട് കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന് സ്വന്തം അമ്മയുടെയും അനിയത്തിയുടെയും അഭിമാനം വിറ്റിട്ടാവരുത് എന്ന് മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് പറയാൻ. പ്രശ്നം തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെങ്ങളുടെ കുറച്ച് ആഭരണങ്ങളെടുത്ത് ഈ പച്ച വീട്ടിലെ പ്രശ്നേഷ് കൊണ്ടുവന്ന് പണയപ്പെടുത്തി കാറും വാങ്ങിച്ചു. പെങ്ങളുടെ ആഭരണമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നേടിയെടുത്തതാണെന്ന്. തേങ്ങാക്കൊല, ദ കോക്കനട്ട് ബീസ്. ഈ പച്ച വീട്ടിലെ പ്രശ്നേഷ് ഈ ആഭരണങ്ങൾ പണയം വെച്ചു എന്നാണ് ഈ മാതാപിതാക്കളെ സഹോദരി അറിയിച്ചത്. എന്നാൽ ഈ മാതാവിനെയും ഈ സഹോദരിയും പിന്നീടൊരു കാര്യം അറിഞ്ഞ് ഈ പുള്ളിക്കാരൻ ഇതെല്ലാം വിറ്റെന്ന്, അതായത് ഈ സ്വർണ്ണാഭരണങ്ങൾ വിറ്റെന്ന്. അങ്ങനെ വിറ്റു എന്നറിഞ്ഞപ്പോഴത്തേക്കിന് ആ മാതാവ് ചോദിച്ച്, സ്വാഭാവികം, ബാലൻസ് ക്യാഷ് തരാൻ പറഞ്ഞു. ഒരിക്കലും കൊടുക്കത്തില്ല എന്നുള്ള വാശിയിൽ പച്ച വീട്ടിലെ പ്രശ്നേഷ്. അന്ന് തുടങ്ങി അവിടുത്തെ പ്രശ്നം. അതൊരു പ്രശ്നം. രണ്ടാമത്തെ ആ കുടുംബത്തിലെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനച്ചി, അതായത് കയറി വന്ന പെൺകുട്ടിക്ക് വിദേശത്ത് പഠിക്കാനോ ജോലിക്ക് പോകണമോ എന്നൊരാവശ്യം ഉന്നയിച്ചു നമ്മുടെ ഈ പച്ച വീട്ടിലെ പ്രശ്നേഷിനോട്. അങ്ങനെ നമ്മുടെ ഈ മച്ചാൻ എന്ത് ചെയ്ത് ഈ മാതാവിനോട് പറഞ്ഞു, പെങ്ങൾക്ക് കെട്ടിക്കാൻ വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം കൂടി എനിക്ക് ഇനിയും വേണമെന്ന്. എന്തോത്തിനാ? മറ്റേ സാധനത്തിന് ആണി ഈ ആണീനെ അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. മാതാവിനത് സഹിക്കുമോ? സ്വന്തം കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കുന്ന കുഞ്ഞിനെ നാളെ കാലത്തേക്ക് അവളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റി മാത്രം വെച്ചേക്കുന്ന കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ, അതും കൂടി ഈ പുത്രിക്കും പുത്രനും കൂടി തുലയ്ക്കണം. മാതാവ് പറഞ്ഞ് സമ്മതിക്കത്തില്ല. അന്ന് തൊട്ട് തുടങ്ങി അവിടുത്തെ പ്രശ്നം. പെങ്ങളുടെയും അമ്മയുടെയും വശത്തു നിന്ന് നോക്കാൻ നേരത്ത് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാര്യം നാളെ കാലത്ത് ഈ ഓന്തിനെ പോലുള്ളവൻ ഒരിക്കലും ഈ അമ്മയെ അനിയത്തിയെ നോക്കത്തില്ല. ഉറപ്പായ കാര്യമാണ്, ഒരിക്കലും നോക്കത്തില്ല. ഇപ്പം തന്നെ ഇങ്ങനെ സ്വന്തം അമ്മേനെ പറ്റി അനിയത്തിനെ പറ്റിയിട്ടൊക്കെ ഈവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ പല വാക്കുകളും നമ്മളിപ്പോഴും നമ്മുടെ കാതിലുണ്ട്. അന്യരായിട്ടുള്ള നമുക്ക് പോലും അത് കേട്ടിട്ട് സങ്കടം വന്നു പോയി. ചവിട്ടി പ്രസവിച്ചെന്നാണ് പറഞ്ഞ ഇവനെ. 10 മാസം വേദന സഹിച്ച് പ്രസവിച്ച ആ അമ്മ ഇത് കേൾക്കുവാണെങ്കിൽ അമ്മയ്ക്ക് എന്തൊരു സങ്കടം ഉണ്ടാവും. അതുപോലെ ഈ അനിയത്തി നാട്ടിലുള്ളവരെല്ലാവരും ഫോൺ വിളിച്ച് നടക്കുവാണെന്നുള്ള തരത്തിലുള്ള സംസാരം. നാളെ കാലത്ത് അവളുടെ തരക്കാരുടെ മുന്നിൽ ഇവൾക്ക് ഊർന്ന് നിൽക്കണ്ടേ? എല്ലാവരെയും ഫേസ് ചെയ്ത് ജീവിക്കേണ്ട കുഞ്ഞല്ലേ ആ കുഞ്ഞിനെ? ഒന്നും വേണ്ട, ബസ്സിലൊന്ന് സഞ്ചരിക്കേണ്ടതല്ലേ അവൾ? അതെന്താ ഇവൻ ശ്രദ്ധിക്കാത്ത? ഇവൻ എന്തും വിളിച്ചു പറയാനായിട്ടുള്ളൊരു പ്ലേസാണ് സോഷ്യൽ മീഡിയ. ആ കുഞ്ഞിൻ്റെ ഭാവി എന്താകും എന്നുള്ള ചിന്തയൊന്നും അവനില്ല. രാത്രി കാലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അമ്മയും മകളും. അമ്മയും മകളും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചാടിക്കിടക്കുക ഈ വിദ്വാൻ, ഈ പച്ച വീട്ടിൽ. അപ്പം നാട്ടുകാർ കയറി ഇടപെട്ട്. അതാണ് ഇപ്പം വിഷയം. ഇതിൻ്റെയൊക്കെ പിന്നിലെ ആണിക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പുത്രിയാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ വിട്ടേക്കുന്ന ആ ഒരു കേസ്. അമ്മയ്ക്കും മകൾക്കും സംരക്ഷണം നൽകേണ്ട സ്വന്തം സഹോദരനാണ് സോഷ്യൽ മീഡിയ എന്ന ആയുധം എടുത്തിട്ട് അവരുടെ അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടം തോന്നും. അമ്മയോടും മകളോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തളരാതിരിക്കുക. ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്വതയില്ലാതെ പെണ്ണ് കെട്ടിയിട്ട് അതിൻ്റെ ഒരു വിവരക്കേട് കാട്ടിക്കൂട്ടുന്നതായിട്ട് കരുതിയാൽ മതി.
അവന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് അവൻ എന്ത് നാറിയ പരിപാടിയും കാണിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് കുടുംബത്തെ വിറ്റവൻ കാശുണ്ടാക്കുന്നത്. കുടുംബത്തിൻ്റെ അഭിമാനത്തെ വിറ്റവൻ കാശുണ്ടാക്കുന്നത്. അമ്മയും മകളും ഇതോർത്ത് വിഷമിക്കാൻ പാടില്ല. ഉറച്ച ധൈര്യത്തോടു കൂടി, മനോധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുക. ആ മകളെ പറയുന്ന വാക്കുകളൊക്കെ കേട്ടായിരുന്നു. സ്വന്തം സഹോദരിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തതൊക്കെയാണ് ഇവൻ വിളിച്ചു പോകുന്നത്. വീരവാദം, KFC, മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. എടോ, ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടാവുന്നത് അതൊരു ഭയങ്കര ഭാഗ്യമാണ്. അവളെ പൊന്നുപോലെ നോക്കുക എന്നുള്ളതാണ് ഒരു സഹോദരൻ്റെ കടമ. അച്ഛന് തുല്യമാണോ ഒരു സഹോദരൻ ഒരു പെൺകുട്ടിക്ക്? എന്തും വാങ്ങി എൻ്റെ ഏട്ടൻ തരും എന്നുള്ളതാണ് ഒരു സഹോദരിയുടെ വിശ്വാസം. ഒരിക്കലും നല്ലൊരു സഹോദരൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് ഞാനിത് വാങ്ങിക്കൊടുത്തതാണ് എന്ന് പറഞ്ഞ് കണക്ക് പറഞ്ഞിട്ടില്ല. അവിടെ രക്തബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇന്ന് കാണുന്ന രീതിയിൽ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനൊരു ഭാഗ്യം തനിക്ക് കിട്ടിയിട്ട് താനത് ചവിട്ടി തേക്കുകയോ ചെയ്ത്. അവളും ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ ബിസിനസ്സിൽ ഇറങ്ങിയ കുട്ടിയാണ്. രാപ്പകലില്ലാണ്ട് അവളും കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ. അതൊക്കെ തനിക്ക് വെറും ഒരു ബിസിനസ് ട്രിക്കാണ്. തനിക്ക് നല്ലൊരു അമ്മേനെ അനിയത്തിനെ ഈശ്വരൻ തന്നു എന്നതാണോ ഏറ്റവും വലിയ തെറ്റ്